അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങളെ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽപ്പെട്ട മുത്തനബിയുടെ ഭാര്യമാരിൽപ്പെട്ട സഫിയ ബീവി പറഞ്ഞു തരുന്ന ഒരു സംഭവം. ഈ അവസരത്തിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാന മുഅ്തകിഫൻ, മുത്തനബി ഇത്തികാഫ് ഇരിക്കുന്നവരായിരുന്നു. ഇത്തികാഫ് ഇരിക്കുമ്പോൾ പള്ളിയിൽ തന്നെ ആയിരിക്കുമല്ലോ. അങ്ങനെ ഞാൻ പള്ളിയിൽ ഇത്തികാഫിരിക്കുന്ന മുത്തനബിയൊന്ന് കാണാൻ വേണ്ടിയിട്ട് രാത്രി സമയത്ത് ആരും അറിയാത്ത രീതിയിൽ പോവലാണല്ലോ ഒരു സ്ത്രീയുടെ അദബ് എന്നുള്ളത്. അങ്ങനെ രാത്രി സമയത്ത് മുത്തനബിയെ കാണാൻ വേണ്ടി പള്ളിയിലേക്ക് ഞാൻ പോയി. അങ്ങനെ കുറേ സമയം മുത്തനബിയോട് ആവശ്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ചു. അങ്ങനെ തിരിച്ചു വരുമ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം നാം മനസ്സിലാക്കണം. രാത്രിയാണല്ലോ, ഞാൻ ഒറ്റയ്ക്ക് തിരിച്ചു വരികയാണല്ലോ. അങ്ങനെ ഒറ്റയ്ക്ക് തിരിച്ചു വരുമ്പോൾ മുത്തുനബി എന്നെ കൂടെ വന്നു. നീ ഒറ്റയ്ക്ക് പോവണ്ട എന്ന് പറഞ്ഞ് മുത്തുനബി എൻ്റെ കൂടെ നിന്ന് കുറച്ച് സമയം അവിടെ നിൽക്കുകയാണ്. ഞാൻ അവിടെ നിന്ന് എൻ്റെ വീട്ടിലേക്ക് എത്തുന്നത് വരെ മുത്തുനബിയുടെ പുറത്തിങ്ങനെ കാത്തിരിക്കുകയാണ്. അങ്ങനെ ഞാനും മുത്തുനബിയും ഇങ്ങനെ ഒരു സ്ഥലത്തിങ്ങനെ ഉണ്ടാകുമ്പോൾ ആ വഴിയിലൂടെ അൻസ്വാരികളിൽപ്പെട്ട രണ്ടാൾക്കാർ സ്വഹാബാക്കൾ ആ വഴിയിലൂടെ വന്നു. അപ്പോൾ മുത്തുനബിയും ഒരു സ്ത്രീയും ഇങ്ങനെ കണ്ടപ്പോൾ, അപ്പോൾ മുത്തുനബി ആരോടോ സംസാരിക്കുന്നത് നമ്മളിനി മുത്തുനബിയെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല എന്ന് മനസ്സിലാക്കി, നല്ല അതവുള്ള സ്വഹാബാക്കളാണല്ലോ, സ്വഹാബാക്കൾ ഒന്നും കൂടി അവിടുന്ന് അതൊന്നും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല എന്ന രീതിയിൽ സ്വഹാബാക്കൾ അവിടുന്ന് പെട്ടെന്ന് ആ വഴിയിലൂടെ പോയി. അവിടെയാണ് വളരെ ഗൗരവത്തോടു കൂടെ ചിന്തിക്കേണ്ടത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ വിളിച്ചുകൊണ്ട് പറയുന്നു, ഓ സ്വഹാബ, നിങ്ങളൊന്നും തെറ്റിദ്ധരിക്കരുത്, ഇത് എൻ്റെ ഭാര്യയായ സഫിയാണ് എന്ന് അവരോട് പറഞ്ഞു കൊടുക്കുന്നു. ഇത് കേട്ടപാടെ അൻസ്വാരികളായ സ്വഹാബാക്കൾക്ക് വല്ലാത്ത ബേജാറായിപ്പോയി. കാരണം അവരൊന്നും മുത്തുനബിയെ തെറ്റിദ്ധരിച്ചില്ല. അങ്ങനെ തെറ്റിദ്ധരിക്കുന്നവരല്ലല്ലോ സ്വഹാബാക്കൾ. എന്നിട്ടും മുത്തുനബി നമ്മിങ്ങനെ തിരുത്തിയല്ലോ. അങ്ങനെ ഒരു തെറ്റിദ്ധാരണം വരാൻ പാടില്ല എന്ന രീതിയിൽ മുത്തുനബിയെ അവരെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവർ സ്വഹാബാക്കൾ മുത്തുനബിയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങയെക്കുറിച്ച് നമ്മളൊന്നും ചിന്തിച്ചിട്ടില്ല, ഒന്നും തെറ്റിദ്ധരിച്ചിട്ടില്ല നബിയെ, പിന്നെന്തിനാണ് അവിടുന്ന് അങ്ങനെ ഒരു വിളിച്ചുകൊണ്ട് ആ തെറ്റിദ്ധാരണ തിരുത്തിയത് എന്തിനാണ് നബി എന്ന് ചോദിച്ചപ്പോൾ അവിടെയാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നാം പഠിക്കേണ്ട വലിയൊരു പാഠം മുത്തുനബി പറയുന്നു. നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടില്ല എന്നെനിക്കറിയാം, പക്ഷേ മനുഷ്യന്മാരാണ്, അതേ നമ്മളെ രക്തത്തിലൂടെ ശൈത്താൻ ഇങ്ങനെ നടക്കുകയാണ്. എന്തെങ്കിലും ഒരു അവസരം കിട്ടിയാൽ മറ്റൊരുത്തന് തെറ്റിദ്ധരിക്കാനുള്ള എല്ലാ വകുപ്പുകളും എല്ലാ ഫിത്നകളും എല്ലാ മോശപ്പെട്ട ചിന്തകൾ നമ്മുടെ കൽബിലേക്ക് അവൻ കൊണ്ടുവരും. അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു മോശപ്പെട്ട ചിന്ത നിങ്ങളെ കൽബിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇബ്ലീസ് നിങ്ങളെ കൊണ്ട് ചതിപ്പെടുത്താൻ പാടില്ല, ഇബ്ലീസ് നിങ്ങളെ ഫിത്നയാക്കാൻ പാടില്ല എന്ന് കരുതിയിട്ടാണ് ഞാൻ അങ്ങനെ നിങ്ങളെ തെറ്റിദ്ധാരണ തിരുത്തിയത് എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഇതിലൂടെ നാം കുറേ പഠിക്കാനുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട നാം പഠിക്കാനുള്ളത്, നമ്മളെക്കുറിച്ച് ഒരാളും തെറ്റിദ്ധരിക്കുന്നൊരവസ്ഥയിൽ നാം ഒന്നും ചെയ്യരുത് എന്നുള്ളത്. ഒരാൾ നമ്മെ തെറ്റിദ്ധരിച്ച് എന്നിട്ട് അവൻ തെറ്റിദ്ധരിച്ചല്ലേ അവനെ കുറ്റപ്പെടുത്തുന്നതിനേക്കാൾ വളരെ ഗൗരവത്തോടു കൂടെ നാം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഒരു പ്രവർത്തനയിലോ ഒരു കാര്യത്തിലോ ഒരു വിഷയത്തിലോ ഒരു സംസാരത്തിലോ ഒരാൾക്ക് പോലും നമ്മളെക്കുറിച്ച് തെറ്റിദ്ധാരണ വരാൻ പാടില്ല. അങ്ങനെ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഒരാൾ തെറ്റായി നമ്മൾ ചിന്തിക്കുന്ന ഒരവസ്ഥ നാം ഉണ്ടാക്കി കൊടുക്കരുത് എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്.
വളരെ ഗൗരവത്തോടു കൂടെ ചിന്തിക്കേണ്ട വിഷയമാണ്. ഒരിക്കൽ പോലും സ്വഹാബാക്കൾ മുത്തുനബിയെ തെറ്റിദ്ധരിക്കാൻ ഒരു സാധ്യതയുമില്ല. എന്നിട്ട് പോലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെക്കുറിച്ച് ആരും തെറ്റിദ്ധരിക്കാൻ പാടില്ല, അങ്ങനെ ഒരു അവസരം ഉണ്ടാകാൻ പാടില്ല എന്ന രീതി മുത്തുനബി ആ സംഭവത്തിലൂടെ ഉമ്മത്തികളെ, സ്വഹാബാക്കളിലൂടെ ഉമ്മത്തിങ്ങളെ പഠിപ്പിക്കുകയാണ്. അതേ, മൊത്തത്തിൽ പറഞ്ഞാൽ നമ്മളെക്കുറിച്ച് ആരും തെറ്റിദ്ധരിക്കുന്ന ഒരു സംഭവം നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീന് നല്ല നിലക്ക് പഠിച്ച് ജീവിതത്തിൽ കൊണ്ടുവരാൻ അവൻ തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.